അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ് വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. ഏറെ പ്രിയങ്കരായ ISM എറണാകുളം ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന ഫലക് പ്രഭാത സംഗമത്തിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, പുണ്യവാന്മാരായ നോമ്പുകാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ പരിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളെ, അതിലെ നാഴികകളെ, വിനാഴികകളെ, നിമിഷങ്ങളെപ്പോലും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സതുദ്യമങ്ങളാൽ സമ്പന്നമാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും നമ്മുടെ ന്യൂനതകൾ പരിഹരിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ നമുക്കറിയാം, നോമ്പിനെക്കുറിച്ചും റമദാനിനെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്ന ആയത്തുകൾ സൂറത്തുൽ ബക്കറയുടെ 183 ആയത്ത് മുതൽ നോമ്പിനെക്കുറിച്ച്, നോമ്പ് നിർബന്ധമാക്കി കൽപ്പിക്കപ്പെട്ടതിനെക്കുറിച്ചും അതിൻ്റെ വിധികളെക്കുറിച്ചും ഒക്കെ അള്ളാഹു സംസാരിക്കുന്നുണ്ട്. 183 184 തുടർന്ന് 185 റമദാനിനെക്കുറിച്ചും റമദാനിൽ നോമ്പെടുക്കുന്നതിനെക്കുറിച്ചും ഒക്കെ റബ്ബ് സംസാരിക്കുന്നു. 187 ആയത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് നോമ്പിനെ കുറിച്ചുള്ള വിധിവിലക്കുകളെ കുറിച്ച് തന്നെ സംസാരിക്കുന്നതായിട്ടാണ്. എന്നാൽ അതിനിടയിൽ സൂറത്തുൽ ബക്കറയുടെ 186 ആയത്തിൽ അള്ളാഹു സംസാരിക്കുന്ന വിഷയം അത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. നോമ്പിനെ കുറിച്ച് പറയുന്നതിനിടയിൽ അള്ളാഹു പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിക്കുന്നു. ഇത് പ്രാർത്ഥനയും നോമ്പും തമ്മിലുള്ള, റമദാനും പ്രാർത്ഥനയും തമ്മിലുള്ള വല്ലാത്ത ബന്ധത്തിന്റെ ഒരു തെളിവായി എടുത്തു കാണിക്കപ്പെടുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അവിടെ സംസാരിക്കുന്നുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എൻ്റെ ദാസന്മാർ നിന്നോട് എന്നെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചോദ്യത്തിന് നേരിട്ട് അവിടെ മറുപടി പറയുകയാണ്. ഇന്നി ഖരീബ്, ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ അതിന് ഉത്തരം നൽകുന്നതാണ് എന്ന റബ്ബിന്റെ വാഗ്ദാനം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ പ്രാർത്ഥനയെക്കുറിച്ച് റമദാനിൽ അള്ളാഹു പരിചയപ്പെടുത്തി തരുന്നു. അതെ, റമദാൻ അത് പ്രാർത്ഥനയുടെ കൂടെ മാസമാണ്. ഷഹ്റു ദുആ ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തരുന്ന ഒരു കാര്യം നമുക്കറിയാം. സലാസു ദഅവാത്തിൻ ലാ തുറദ്, മടക്കപ്പെടുകയില്ലാത്ത, തിരസ്കരിക്കപ്പെടാത്ത 3 പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തരുമ്പോൾ അവിടുന്ന് പരിചയപ്പെടുത്തുന്ന ഒന്ന് ദഅവത്തു സ്വാഇമാണ്, നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ്. തടയപ്പെടാത്ത പ്രാർത്ഥനയാണത് എന്നർത്ഥം. നമ്മൾക്ക് ആ പ്രാർത്ഥന നോമ്പുകാരായിക്കൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാനുള്ള ആ സന്ദർഭത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇഫ്താറിന്റെ സമയത്ത്, നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന പ്രത്യേകം ഉത്തരം നൽകപ്പെടുന്നതാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. റമദാനിൽ പിന്നെയും നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ധാരാളമായി റബ്ബിനോട് ചോദിക്കാൻ. റബ്ബ് ഒരുക്കമാണ്, ഞാൻ ഉത്തരം തരാൻ ഒരുക്കമാണെന്ന റബ്ബിന്റെ വാഗ്ദാനം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ, ബാങ്കിനും ഇക്കാമത്തിനും ഇടയിലുള്ള പ്രാർത്ഥനകൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് അള്ളാഹുവിനോട് തേടാൻ വേണ്ടിയുണ്ട്. അതിനും പുറമെ നമ്മൾ രാത്രിയിലേക്ക് കടക്കുന്നതോടുകൂടെ ഇഫ്താറിന്റെ സമയത്തും നമുക്ക് പ്രത്യേകമായി നോമ്പുകാർക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന സമയമായി പരിചയപ്പെടുത്തപ്പെടുന്നു. അത് കഴിഞ്ഞ് രാത്രിയിലേക്ക് പ്രവേശിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ഫിൽ ലൈലി ലിസാഅ, രാത്രിയിൽ ഒരു സമയമുണ്ട്, ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിം യസ്അലുല്ലാഹ ഖൈറൻ മിൻ അംരി ദുനിയ വൽ ആഖിറ. ഒരു മുസ്ലിം ദുനിയാവിലെയോ ആഖിറത്തിലെയോ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചാൽ ആ സമയത്തോട് ഒത്തുവന്നുകൊണ്ടാണ് ആ ചോദ്യമെങ്കിൽ അള്ളാഹു അതിന്
മറുപടി നൽകാതിരിക്കുകയില്ല, അതിനുത്തരം നൽകാതിരിക്കുകയില്ല. ഇതെല്ലാ രാത്രിയിലും ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. വീണ്ടും അത് കഴിഞ്ഞ് നമ്മൾ അത്താഴത്തിന്റെ സമയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ടല്ലോ, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അത്താഴത്തിന്റെ സന്ദർഭങ്ങളിൽ, ആ സമയങ്ങളിൽ അവർ ഇസ്തിഗ്ഫാർ തേടുന്നവരാണ് എന്ന് റബ്ബ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യൻസിലു റബ്ബുന തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ. എല്ലാ രാത്രിയിലും അവസാനത്തെ മൂന്നിലൊന്നാകുമ്പോ, രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നാകുമ്പോ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അള്ളാഹു ചോദിക്കും, മയ്യദ്ഊനി ഫഅസ്തജിബ് ലഹു. ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്, ഞാൻ അവന് ഉത്തരം കൊടുക്കാം. മയ്യസ്അലുനി ഫഉതിയഹു. എന്നോട് ആരാണ് ചോദിക്കുന്നത്, ഞാൻ അവന് നൽകാൻ ഒരുക്കമാണ്. മയ്യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറു ലഹു. എന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നതാരാണ്, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാം. ഇങ്ങനെ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന്, അടിമകളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് റബ്ബ് വിളിച്ചു പറയുന്ന ഒരു രംഗത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയമുള്ളവരെ, എന്നിട്ടും നമുക്ക് ചോദിക്കാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നിർഭാഗ്യവാന്മാരാണ്. നമുക്ക് അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കാൻ കഴിയണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിലെ, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ കാര്യങ്ങളെയും നമുക്ക് റബ്ബിനോട് ചോദിക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇന്ന അഅ്ജസ നാസി മൻ അഅ്ജസ അനി ദുആ. ജനങ്ങളിൽ ഏറ്റവും ദുർബലരായ, ഏറ്റവും അശക്തരായ മനുഷ്യരെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ അശക്തരായി പോകുന്ന മനുഷ്യരാണ്, പ്രാർത്ഥിക്കാൻ ദൗർബല്യം കാണിച്ചു പോകുന്നവരാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ ദൗർബല്യം കാണിച്ചു പോകരുത്, വൈമനസ്യം കാണിച്ചു പോകരുത്. അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് തെളിവ് പിടിക്കാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ 40-ാം അധ്യായം സൂറത്തു ഗാഫിറിന്റെ 60-ാമത്തെ ആയത്ത് പാരായണം ചെയ്ത് നമുക്കറിയാമല്ലോ. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. എന്നെ ആരാധിക്കാതെ, റബ്ബ് പറയാണ്, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്ക്, ഞാൻ ഉത്തരം തരാം. എന്നിട്ട് പറയുന്നു, എന്നെ ആരാധിക്കാതെ അഥവാ എന്നോട് പ്രാർത്ഥിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ അവർ നിന്ദ്യരായി നരകത്ത് പ്രവേശിക്കുന്നതാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരിക്കുക എന്നത് അഹങ്കാരമായി പടച്ചുറപ്പ് പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് കുറെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. എന്നാ ആലോചിച്ച് നോക്കാം, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് ചോദിക്കാത്ത ചില കാര്യങ്ങളില്ലേ? നമ്മൾ ഒരു വേള നമ്മൾ ചോദിക്കാതിരിക്കാറുള്ള കാര്യങ്ങൾ, നിസ്സാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് തന്നെ കഴിയുമെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ. ചിലപ്പോൾ ചെറിയൊരു അസുഖം വന്നാൽ, വലിയ അസുഖമൊക്കെ വരുമ്പോ, വലിയ പ്രയാസം വരുമ്പോ നമ്മൾ അള്ളാഹിനോട് ചോദിക്കും. പക്ഷെ ഒരു ഡോക്ടറെ കണ്ടാൽ മാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അസുഖം വരുമ്പോ നമ്മൾ അള്ളാഹുവിനോട് ചിലപ്പോൾ ചോദിക്കൂല. നമ്മളവിടെ ഇത് ഡോക്ടറെ കണ്ടാൽ മതി, ഇത് ഡോക്ടറെ കണ്ടാൽ മാറുന്നതാണ് എന്ന് നമ്മൾ തീരുമാനിക്കും. ഇത് എൻ്റെ പ്ലാനിനനുസരിച്ചുള്ള ചില കാര്യങ്ങളാണെങ്കിൽ അത് ഇന്ന രൂപത്തിൽ പോയാൽ അത് ശരിയായിക്കോളും, അത് ചെയ്യാൻ എനിക്കറിയാം, എനിക്ക് പരിഹരിക്കാൻ കഴിയും എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാതെ പോകുന്ന കാര്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ട് ഇല്ല അള്ളാഹുവിന്റെ സഹായമില്ലാതെ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, യാതൊരു ശക്തിയും കഴിവുമില്ല എന്ന ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളെ കൊണ്ടൊന്നിനും സ്വന്തമായി കഴിയുകയില്ല. ഒരു അസുഖത്തിൽ നിന്നും മോചനം നേടാൻ നമുക്ക് സാധ്യമല്ല അള്ളാഹിന്റെ സഹായവും തീരുമാനവും ഇല്ലാതെ എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. അഹങ്കാരം കൊണ്ട് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പിന്തിരിയേണ്ടതുണ്ട്. അള്ളാഹിനോട് ചോദിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. രണ്ടാമത് നമ്മൾ ചോദിക്കാതിരിക്കുന്നത് നമ്മുടെ വലിയ സ്വപ്നങ്ങൾ, വലിയ ആഗ്രഹങ്ങൾ നമ്മൾ റബ്ബിനോട് ചിലപ്പോൾ ചോദിക്കാൻ മടി കാണിക്കാറുണ്ട്. കാരണം എന്താ, അതിനി ഉത്തരം കിട്ടൂല, അല്ലെങ്കിൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് നമ്മൾ തീരുമാനിച്ച്, നമ്മുടെ കണക്കുകൂട്ടലിൽ ഉള്ളിൽ വരാത്ത കാര്യമാകുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുന്ന ചില സ്വപ്നങ്ങൾ, ചില ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ സംഭവിച്ചുകൂടാ അല്ലെ? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കഴിയാത്തതായി, അവന് സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് റബ്ബ് ഓർമ്മപ്പെടുത്തുന്നു. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. റബ്ബ് പറയുന്നു, എന്നോട് ചോദിക്കൂ, ഞാൻ ഉത്തരം തരാമെന്ന് റബ്ബ് പറഞ്ഞിട്ട് റബ്ബിന് കഴിയൂല എന്നോ, അല്ലെ നമ്മൾ അത് നടക്കുകയില്ല എന്നോ, ഉത്തരം കിട്ടുകയില്ല എന്നോ മുൻവിധി ഉണ്ടാക്കാൻ നമ്മൾക്ക് എങ്ങനെയാണ് സാധിക്കുക? അതും അഹങ്കാരമായി പോകും.
പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ വൈമനസ്യം കാണിക്കാതിരിക്കുക. ഏത് കാര്യവും എത്ര ചെറുതാകട്ടെ, എത്ര വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാകട്ടെ, അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാൻ കഴിയട്ടെ. ഈ റമദാനിൽ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ നമുക്ക് കഴിയട്ടെ. അള്ളാഹു നമുക്ക് കൂടുതൽ നന്മകളിൽ മുന്നേറാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇന്ന അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والصلاة والسلام على رسول الله والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.